അങ്ങനെ പിറന്നാൾ ദിവസം രാവിലെ തന്നെ എഴുന്നേൽക്കണം എന്നൊക്കെ ചെറിയൊരു പ്ലാനിങ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നേ. പക്ഷേ ആ പ്ലാനിങ് പോലെ ഒന്നും നടന്നില്ല. കാരണം ഞാൻ ഉറങ്ങിയപ്പോൾ ഒത്തിരി താമസിച്ചും പോയി. അതുപോലെ എഴുന്നേറ്റപ്പോഴും താമസിച്ചു പോയേ. പിന്നെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് എൻ്റെ മുടി അതുവഴി ഇതുവഴി എല്ലാം കിടക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് വകഞ്ഞ് വാരി കോതി ഉച്ചിയിൽ കെട്ടിവെച്ചേ. അത് കഴിഞ്ഞ് ഒരിച്ചിരി നേരം പ്രാർത്ഥിക്കാമെന്ന് കരുതി കേട്ടോ. ഒരു പ്രാർത്ഥന എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു താങ്ക്സ് ഗിവിങ് പോലെ. കാരണം ഈ 25 വർഷമായിട്ട് ഒരു ആപത്തോ ഒരു അപകടമോ ഉണ്ടാകാതെ ദൈവം നമ്മളെ കാത്തില്ലേ. അപ്പം നമ്മളെയല്ല, സോറി, എന്നെ അപ്പോൾ കാത്തില്ലേ. അപ്പം ചെറിയൊരു നന്ദി വാക്കൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ കുട്ടും മറിഞ്ഞ് വീഴാതിരിക്കാനായിട്ട് ഒരു തലകണയൊക്കെ വെച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയേ. പിന്നെ എൻ്റെ കുളിയും ജപവും റെഡിയാകലൊക്കെ ശടപടയെന്നായിരുന്നു. കാരണം എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിരുന്ന് എനിക്ക് സമയം പോയത് ഞാൻ ഓർത്തില്ലേ. ഇതെനിക്ക് അമ്മ പിറന്നാളിന് മേടിച്ചു തന്നൊരു ടോപ്പാകട്ടോ, നമ്മുടെ മുണ്ടക്കയത്തുള്ള ഒരു കടയിൽ നിന്ന്. പിന്നെ ഞാനങ്ങനെ റെഡിയായിട്ട് എൻ്റെ വാച്ചൊക്കെ ഇടാൻ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിലും സമയമില്ല സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ചടങ്ങ് എനിക്ക് വരും കേട്ടോ. പിന്നെ മുറിയൊക്കെ ഒന്ന് തൂക്കാതെ പോയാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതൊക്കെ തൂത്തുവാരിക്കൊണ്ട് നിന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോനെ വണ്ടി ഇപ്പോൾ വരും, പെട്ടെന്ന് വരാൻ. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥനയൊക്കെ കൂടിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര തലവേദനയാണ് കേട്ടോ. മൈഗ്രെയിൻ അറിയില്ലല്ലോ ഇന്നെൻ്റെ പിറന്നാളാണെന്നുള്ള കാര്യം. പിന്നെ ആ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി നേരം ഞാൻ വെളിയിൽ പോയിരുന്നു, ഇച്ചിരി കാറ്റൊക്കെ കൊണ്ട്. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ എനിക്കൊരു കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരോടാണ് അത് കട്ട് ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ പിറന്നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ സ്പെഷ്യലായിരുന്നു. കാരണം ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും അറിയാത്ത കുറേ പേര് എന്നെ വിഷ് ചെയ്ത് കേട്ടോ. അപ്പോൾ വിഷ് ചെയ്ത് എല്ലാവർക്കും എൻ്റെ താങ്ക് യു സോ മച്ച്.